Hello friends, welcome to channel goodhappenshereajay channel സ്വാഗതം എൻ്റെ പേര് അജയ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ച് 2-3 ദിവസം മുമ്പ് നമ്മുടെ ആറ്റം 2-3 മാസം മുമ്പ് നമ്മുടെ ആറ്റംബർഗ് ഫാനിൻ്റെ നമ്മളൊരു റിവ്യൂ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് പറയുന്നതിന് ഫുൾ നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ആക്ച്വലി നമുക്ക് ഉണ്ടായ സംഭവമാണ് ഡയറക്റ്റ് പറഞ്ഞത് അതുപോലെ നിങ്ങൾക്ക് ആറ്റംബർഗിൻ്റെ ഫാൻ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് ചോദിച്ചാൽ ഓൾമോസ്റ്റ് അറിയായിരിക്കും ശരിക്കും ഇത് ആക്ച്വലി നമ്മൾ ഇടി വെട്ടുമ്പോൾ കുറേ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സത്യമുള്ള കാര്യമാണ് അവർക്ക് ബ്രാൻഡുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് വേറെ ഇഷ്യൂകളും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ആക്ച്വലി നമുക്ക് അവർ നമ്മളെ ഇഷ്ടം പോലെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർ വാറണ്ടി ആണെങ്കിൽ അവർ എല്ലാ സംഭവം ചെയ്തിട്ടുണ്ട് നമ്മുടെ ആക്ച്വലി മദർ ബോർഡും കാര്യങ്ങളൊക്കെ ബോർഡ് കാര്യങ്ങളൊക്കെ മദർ ബോർഡല്ല ബോർഡ് പോയിട്ടുണ്ടെന്നു ബോർഡൊക്കെ ആക്ച്വലി ഫുൾ മാറ്റി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷേ കുറേ പേര് നമ്മൾ പറയുന്നത് സർവീസ് ഇല്ല എല്ലാം സംഭവം ചെയ്തു തരുന്നില്ല പിന്നെ എന്താ കുഴപ്പമെന്നാണ് പറയുന്നത് പക്ഷേ ഓരോ പ്രാവശ്യം ഇടിവെട്ട് അടിക്കുമ്പോഴും സാധനം അടിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ അതെന്താ ഇത് നമുക്ക് ടൈമും കാര്യങ്ങളൊന്നുമില്ലേ എനിക്ക് മിനിമം നമുക്ക് 2-3 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണ്ടേ പിന്നെ ബാക്കിയുള്ള കാര്യം പിന്നെ വേറെ കാര്യം ഇതിന് ആക്ച്വലി 3 കൊല്ലം വാറണ്ടിയുള്ളതാണ് അതൊക്കെ സമ്മതിച്ചു അപ്പോൾ വാറണ്ടി കഴിഞ്ഞാലോ നിങ്ങൾ എല്ലാ 3 മാസം നിങ്ങൾ ഫാൻ മാറ്റും അതായത് ഇതൊക്കെ ഇത് ചോദിക്കുന്നവർക്കുള്ള ഞാൻ ചോദിക്കുന്നതാണ് ആക്ച്വലി നമ്മൾ ആ റിപ്ലൈ നമ്മൾ കമൻറ്റ് ചെയ്തതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ അത് ചോദിച്ചപ്പോൾ പിന്നെ നമുക്ക് റിപ്ലൈ ഒന്നും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ 3 കൊല്ലം കഴിയുമ്പോൾ ഒരേ നമ്മുടെ ഫോൺ മാറ്റുന്ന പോലെ ഫാനും മാറ്റാറുണ്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത് വെച്ചാൽ നോർമലി നമ്മുടെ വീട്ടിലൊന്നും 3 കൊല്ലമൊന്നല്ല നമ്മൾ ഫാൻ ഉപയോഗിക്കുക കേടാവണവരെ മോസ്റ്റ്ലി ഉപയോഗിക്കും കേടാക്കി തന്നെ നമ്മൾ വൈൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കും ഇതിപ്പോൾ BLDC ഫാൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കുറച്ച് പാടാണ് എന്ന് വെച്ചാൽ ഫുൾ കോപ്പർ വയറും കാര്യങ്ങളൊക്കെയാണ് DC മോട്ടറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിന് കുറ്റം പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ DC മോട്ടർ പെട്ടെന്ന് നമ്മുടെ കത്തിപ്പോകാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ ഇത് ഇറക്കിയിട്ട് ആക്ച്വലി ഒരു 3-4 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് 3-4 5 കൊല്ലം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇവരെ ആറ്റംബർഗ് ഫാൻ ഇറക്കിയിട്ട് പക്ഷേ ഇത്ര കാലമായിട്ടും അവർ ഇതിനൊരു പ്രൊട്ടക്ഷൻ പോലെ ഒന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വൺ നെഗറ്റീവ് അല്ല അല്ലെങ്കിൽ അതൊരു ഒരു സർവീസ് കൂടെ കാശ് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം അല്ലേ എന്നുവെച്ചാൽ വാറണ്ടി 3 കൊല്ലം കൊടുക്കുന്നുള്ളൂ നമ്മളെന്തായാലും 3 കൊല്ലത്തിൻ്റെ മുകളിൽ എന്തായാലും ഫാൻ ഉപയോഗിക്കും ഞാൻ എന്തായാലും ഉപയോഗിക്കും ഇനിയിപ്പോൾ ഉപയോഗിക്കാത്തവരാരും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഓവറോൾ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫാൻ നല്ല ഇഷ്ടപ്പെട്ടൊരു ഫാൻ തന്നെയാണ് നല്ല സ്പീഡുള്ള ഫാനാണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഫാൻ തന്നെയാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫാൻ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു മെയിൻ പ്രോബ്ലം വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പറഞ്ഞത് അല്ലാണ്ട് നമുക്ക് ഈ ബ്രാൻഡിനെ അതല്ലെങ്കിൽ ഇതിന് വല്ല നമ്മൾ കുറ്റം പറയാൻ കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത് നമുക്ക് വേറെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടല്ല നമ്മൾ പ്രൊമോഷനും അല്ല ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മളെ എക്സ്പീരിയൻസ് തന്നെയാണ് പറയുന്നത് നമ്മൾ ഫുള്ള് എനിക്ക് ആക്ച്വലി നമ്മുടെ ഫാൻ നല്ല അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടൊരു ഫാൻ തന്നെ പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് ഒരു കോണിന് വേണമെങ്കിൽ എടുക്കാം മെയിൻ പ്രോബ്ലമാണ് നമ്മൾ പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു പ്രോബ്ലം മാറ്റി വെച്ചാൽ ശരിക്കും ഫാൻ ഇടിയോട്ട് ഫാൻ തന്നെയാണ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫാനാണ് പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് മാത്രമേ നമ്മളിപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളോട് എടുക്കാൻ പറഞ്ഞവർ നമ്മൾ അങ്ങനെ പറയുന്നത് മാത്രമേ നമ്മളിപ്പോൾ നമ്മുടെ കമൻറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഫാൻ നല്ലതാണ് പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് നോക്കിയിട്ട് എടുത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് എടുക്കേണ്ട പൊട്ട ഫാനാണ് വേറെ ഫാൻ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചാൽ എൻ്റെ വേറെ BLDC ഫാൻ ഉണ്ട് നമ്മൾ ക്രോംപ്ടൻ്റെ ഫാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതിന് ഇത്രയ്ക്ക് ഇടി വെട്ടുമ്പോൾ അത് ഇങ്ങനെ അത്ര അധികം പോകുന്നില്ല പക്ഷേ ഇത് നമുക്ക് ചെറിയ ഇടി വെട്ടുമ്പോഴും പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു നെഗറ്റീവ് പോലെ ഇട്ടത് അതും നമ്മൾ ഇട്ട് ഒരു മാസം പോലും ആയിരുന്നില്ല അപ്പോഴാണ് നമ്മളപ്പോൾ ഇടി ഇട്ടത് സർവീസും കാര്യങ്ങളൊക്കെ ഓക്കെ നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ കൂടെ ശരിക്കും വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനുണ്ട് അത് ഫ്രീ ആണെങ്കിൽ പിന്നെ പോട്ടെ പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കണം അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത് ശരിക്കും ആക്ച്വലി ഇതിൻ്റെ ഇവരൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് സംശയം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞത് ഫാൻ കിടുകയാണ് സംഭവം ഫാൻ ഇടിയോട്ട് ഫാൻ തന്നെയാണ് നമ്മൾ നോർമലി മുമ്പ് ഉപയോഗിക്കേണ്ട ഫാനും പുതിയ ഫാൻ തന്നെയായിരുന്നു പക്ഷേ അതിനെക്കാട്ടും സ്പീഡ് കൂടുതലും ലൈറ്റ് വെയിറ്റും എല്ലാ കാര്യവും ഭംഗിയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഫാൻ തന്നെയാണിത് അതേപോലെ തന്നെ ഇതിൻ്റെ റിമോട്ടും നല്ലൊരു ഇടിയോട്ട് ക്വാളിറ്റി റിമോട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാനായിരിക്കും നല്ലൊരു ക്വാളിറ്റി റിമോട്ട് തന്നെയാണ് ഫാനിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാലും എനിക്ക് ഫാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഫാൻ തന്നെയാണ് പക്ഷേ എൻ്റെ ആദ്യത്തെ ഒരു 2-3 വട്ടം നമുക്ക് ഇങ്ങനെ ഇടിയോട്ടിട്ട് കംപ്ലൈൻ്റ് ആയി പിന്നെ അതിന് ശേഷം മെയിനായിട്ട് അങ്ങനെ ഇടിയോട്ടിട്ടില്ല പിന്നെ നമ്മൾ ഓൾറെഡി എർത്തിങ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നമ്മളോട് ആൾക്കാർ നമ്മളോട് എർത്തിങ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ നമ്മുടെ ലോക്കൽ ഇലക്ട്രീഷ്യനോട് ചോദിച്ചപ്പോൾ നമ്മൾ എർത്തിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുകളിൽ കാണിച്ചു തരാം നമ്മുടെ ഇതിൽ നമ്മൾ ആക്ച്വലി ഞാൻ കുറച്ച് എർത്തിങ് നമ്മുടെ ഒരു ജസ്റ്റ് എർത്തിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല പിന്നെ അങ്ങനെ അതിന് ശേഷം നമുക്ക് അങ്ങനെ ഇടിവെട്ടും അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല നമ്മുടെ ഇവിടെ MCBയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ എന്നിട്ടും ഇത് പോകുന്നുണ്ടായിരുന്നു അതാണ് നമുക്ക് ഇഷ്യൂ വന്നത് നമുക്കിവിടെ കാണുന്നതായിരിക്കും എർത്തിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടേക്കുന്നതാണ് നിങ്ങൾക്ക് അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നതായിരിക്കും ഞാൻ അവിടെ വയറിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ എർത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഫിക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ അത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ നമുക്ക് ഇത് ശരിക്കും ആക്ച്വലി കമ്പനിക്ക് ചെയ്ത് തന്നൂടെ എന്നാണ് ഞാൻ ആക്ച്വലി നമ്മുടെ ആ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് കുറേ പേര് അതിന് നെഗറ്റീവായിട്ട് എടുത്ത് നമ്മൾ നെഗറ്റീവ് ഞാൻ ഓൾറെഡി ക്ലിയർ ആയിട്ട് പറയാം നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഒരു കാശ് കൊടുത്തൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ
അതിൻ്റെ കോണുണ്ടെങ്കിൽ കോൺ നമുക്ക് പറയണമല്ലോ, നല്ല ബാക്കിയുള്ള വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പെടാണ്ടിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കുറേ പേര് ആറ്റംബർഗ് ഫാൻ തന്നെ വീട് ഫുള്ള് വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളോട് ചോദിച്ചാൽ കമൻറ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഓൾറെഡി 6 ഫാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇത് ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മളൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത്, അല്ലാണ്ട് നമ്മൾ പ്രൊമോട്ടിങ് ആണ്. ഞാൻ വേറെ ബ്രാൻഡ് എടുക്കാനും പറയുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടമുള്ള നോക്കിയിട്ട് എടുത്താൽ മതി, അതാണ് ഞാൻ പറയുന്നുള്ളൂ. ഫാൻ നോക്കി കഴിഞ്ഞാൽ നല്ല ഫാൻ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ഇപ്പോഴും ഉണ്ട് എനിക്ക്. ഞാൻ ആക്ച്വലി ഇപ്പോൾ എർത്തും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇടിയോട്ട് അങ്ങനെ മഴ മാത്രമല്ല, ഇടിയോട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ വേറെ ഇഷ്യൂ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. സർവീസ് നല്ല തന്നെയാണ്, അത് ഓക്കെ തന്നെയാണ്. നമുക്ക് 2-3 ദിവസം തന്നെ ചിലപ്പോൾ ഒരു ഫാസ്റ്റ് ആദ്യത്തെ സർവീസ് നമുക്കൊരു 3-4 ദിവസം എടുത്തെന്ന് വെച്ചാൽ ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു വെച്ചാൽ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വാറണ്ടി ഉണ്ട്. പക്ഷേ എനിക്ക് ആ ഫസ്റ്റ് സർവീസ് കിട്ടിയത് എന്താ വെച്ചാൽ നമുക്ക് വെള്ളിയാഴ്ച സംതിങ് ആണ് അടിച്ചു പോയത്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം എന്തോ ഫെസ്റ്റിവൽ സംതിങ് എന്തൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ 3 ദിവസം മുടക്കമായിരുന്നു. പക്ഷേ എന്നിട്ട് സർവീസ് വന്ന് 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും നേരം നമ്മൾ ഫാനിലാണ്ട് നിരുന്നില്ലേ. അപ്പോൾ അതൊരു നമ്മുടെയൊക്കെ ഒരു ആ ടൈം നമ്മുടെ വെറുതെ പോവല്ലേ. സംഭവം വാറണ്ടി ഉണ്ട്, വാറണ്ടി വന്ന ഒരു സർവീസ് ചെയ്ത് തരാം, അതൊക്കെ ഓക്കെ. പക്ഷേ ഈ ഇങ്ങനെ പോണതോ. പിന്നെ അടുത്ത എനിക്ക് കംപ്ലയിൻറ്റ് വന്നപ്പോൾ ശരിക്കും അടുത്ത ദിവസം തന്നെ അവർ വന്നിട്ട് ശരിയാക്കി തന്നു. അതും സർവീസ് ഇഷ്യൂ നല്ല സർവീസൊക്കെ തന്നെയാണ്. ഇവരെ ഓതറൈസ് സർവീസ് സെൻറ്റർ തന്നെയാണ് വരുന്നത്, അതൊന്നും ഇഷ്യൂ ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ബാക്കിയുള്ള ഫാൻ നമ്മുടെ നോർമൽ ഫാൻ വരുന്നില്ലല്ലോ, BLDC ഫാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ മെജോറിറ്റി എനിക്ക് ആറ്റംബർഗിനെ കൂടുതലെന്ന് തോന്നുന്നത്. നമ്മൾ വേറെ ക്രോംപ്ടൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ക്രോംപ്ടൻ പക്ഷേ ഇങ്ങനെ കത്തിപ്പോകേണ്ട ഒരു ഇങ്ങനെ ഇഷ്യൂ വന്നിട്ടില്ല. കത്തി പോകുന്നില്ലെന്നില്ല, കത്തി പോകുന്നൊക്കെ ഉണ്ട്, നല്ല അടി വിടുമ്പോൾ കത്തിപ്പോണ്ട്. പക്ഷേ ഇങ്ങനെ ഇത്ര അധികം ഒരു എന്താ പറയുക പെർസെൻറ്റേജ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കിയൊന്നും ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ അതിന് ശേഷം എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ആക്ച്വലി ഫുൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ സംഭവമാണ് ബീസ്റ്റ് മോഡ് എന്ന് പറയും. ബൂസ്റ്റ് മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം. നമ്മളിപ്പോൾ ഫുൾ സ്പീഡിൽ അട്ടക്കുന്നത്. പിന്നെ അതിൻ്റെ ലൈറ്റ് LED ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ്. ടൈമർ ഉണ്ട്, അതും സംഭവമാണ്. നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഫുൾ ഡിസ്റ്റർബൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഫുൾ നമ്മൾ മൈക്കിലൊക്കെ കയറി പിടിക്കിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ പേര് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാത്തവരും കാണാത്തവരും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. എല്ലാ സംഭവവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാനും മറക്കണ്ട. പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.